light my way. To you, oh Lord, I lift up my soul. All it possesses, and all it owns. I thank you, Lord, with all my being. Your praises, Lord, your praises I sing.
Let us pray. Almighty God, who through this bread of life are pleased to free your servants from the bond of sin, and in your compassion to restore their strength, grant us to advance without hindrance toward the hope of glory, through Christ our Lord. Amen. The Lord be with you. And with your spirit. Bow your heads and pray for God's blessing. May Almighty God always keep every adversity far from you, and in His kindness pour out upon you the gifts of His blessing. Amen. May God keep your hearts attentive to His words, and that they may be filled with everlasting gladness. Amen. And so may you always understand what is good and right, and be found ever hastening along in the path of God's commands, made co-heirs with the citizens of heaven. Amen. And may the blessing of the Almighty God, the Father, and the Son, and the Holy Spirit come down on you and remain with you forever. Amen. Go in the peace of Christ. Thanks be to God. Next, it is the stamp release ceremony. Now I invite His Lordship, Most Reverend Dr. Joseph G. Fernandez, Bishop Emeritus of Coilon, to honor us by presenting the Golden Jubilee commemorative stamp to our patron, His Excellency, Most Reverend Dr. Stanley Roman. Moments of gratitude. Our principal, Chevalier S. John, is here to deliver a few words of thanks. അഭിവന്യ രൂപതാധ്യക്ഷൻ സ്റ്റാൻലി റോമൻ പിതാവിനും മുൻ രൂപതാധ്യക്ഷൻ ജോസഫ് പിതാവിനും മറ്റു വൈദിക ശ്രേഷ്ഠർക്കും ബഹു സിസ്റ്റേഴ്സിനും വിശിഷ്ടാതിഥികൾക്കും എൻ്റെ വിനീതമായ കൂപ്പ്. ഞങ്ങളുടെ ക്ഷണമനുസരിച്ച് ഇന്നിവിടെ സന്നിഹിതരായ ഏവർക്കും കൃതജ്ഞത അർപ്പിക്കുന്ന ചുമതലയാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഇന്ന് ട്രിനിറ്റി ലൈസിയം സ്കൂളിനെ സംബന്ധിച്ചൊരു സുദിനമാണ്. ചരിത്രത്തിൻ്റെ താളുകളിൽ തങ്കലിപികളിൽ ആലേഖനം ചെയ്യപ്പെടേണ്ട മുഹൂർത്തം. 1966 അഭിവന്യ ജെറോം പിതാവ് സെമിനാരി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആരംഭിച്ച ഈ വിദ്യാലയം അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ആസുലഭ നിമിഷമാണ്. നവോത്ഥാനത്തിൻ്റെ അലകൾ രാജ്യമൊട്ടാകെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. വിദ്യ കൊണ്ട് മാത്രമേ പ്രബുദ്ധരാകാൻ കഴിയൂവെന്ന് സാമൂഹിക പരിഷ്കർത്താക്കൾ അധസ്ഥിത വിഭാഗക്കാരെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. ശൂദ്രൻ വേദം കേട്ടാൽ ചെവിയിൽ ഈയ ഉരുക്കി ഒഴിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നാടെങ്ങും ഉണർന്നിരിക്കുന്നു. പരിവർത്തനത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ കടലോരവാസികളായി മത്സ്യബന്ധനത്തിലേർപ്പെട്ട് കാലക്ഷേപം ചെയ്യുന്ന
പിന്നാക്ക ക്രൈസ്തവ വിഭാഗക്കാരെ മുഖ്യധാരയിലേക്ക് നയിക്കുവാൻ അഭിവന്യ ജെറോം പിതാവിൻ്റെ ഉദാത്തമായ മനസ്സിൽ രൂപം കൊണ്ട ആശയമാണ് ഈ വിദ്യാലയത്തിൽ ഇതര വിഭാഗങ്ങൾക്ക് പ്രവേശനം നൽകാനുള്ള തീരുമാനത്തിൽ കൊണ്ടെത്തിച്ചത്. സാമുദായിക ഉന്നമനത്തിനായി അക്ഷീണം അശ്രാന്ത പരിശ്രമം ചെയ്തുകൊണ്ടിരുന്ന പിതാവിൻ്റെ സാരഥ്യത്തിൽ ആ മാർഗദർശി കാണിച്ചു തന്ന വെളിച്ചത്തിൻ്റെ കൈത്തിരിയുമായി ഇത്തിരി നുറുങ്ങുവട്ടവുമായി അനേക വർഷങ്ങൾ പിന്നിട്ടു. ബഹുമാനപ്പെട്ട എലിയാസ് ലോപ്പസ് അച്ഛനായിരുന്നു ട്രിനിറ്റി ലൈസ്യത്തിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പാൾ. അന്ന് 1970 ഞാനൊരു അധ്യാപകനായി ജെറോം പിതാവിനാൽ നിയമിതനായി. 1989 അച്ഛൻ ഈ സ്ഥാപനത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ അന്നത്തെ രൂപതാധ്യക്ഷൻ അഭിവന്യ ജോസഫ് പിതാവ് എന്നെ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളായി നിയമിച്ചു. അന്നു മുതൽ ഇരവ് പകൽ എൻ്റെ ചിന്തയിലും പ്രവൃത്തിയിലും പ്രഥമവും പ്രധാനവുമായ സ്ഥാനം ഈ വിദ്യാലയത്തിൻ്റെ ഉയർച്ച മാത്രമായിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ ജോസഫ് പിതാവിൻ്റെ മേൽനോട്ടത്തിൽ അദ്ദേഹം നൽകിയ പ്രോത്സാഹനങ്ങളും ഉപദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് ബാലാരിഷ്ടതകൾ തരണം ചെയ്ത് പടിപടിയായി മുന്നേറി. 2007 മുതൽ ട്രിനിറ്റി ലൈസ്യത്തിൻ്റെ രക്ഷാധികാരിയും രൂപതാധ്യക്ഷനുമായിരുന്ന അഭിവന്യ സാലി റോമൻ പിതാവിൻ്റെ നിസ്സീമമായ സഹകരണവും പ്രോത്സാഹനവും മാർഗനിർദ്ദേശങ്ങളും എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. അവിടുന്ന് ചൊരിഞ്ഞുകൊണ്ടിരുന്ന ചൈതന്യത്തിൻ്റെ പ്രഭയിൽ സർവശക്തൻ്റെ കൃപയാൽ ഈ വിദ്യാലയം ഉത്തരോത്തരം നേട്ടങ്ങൾ കൈവരിച്ചു. ശാസ്ത്ര സാഹിത്യ വിഷയങ്ങളുടെ പഠനത്തിനായി സുസജ്ജമായ പരീക്ഷണശാലയും വിപുലമായ പുസ്തകശേഖരത്തോടു കൂടിയ വായനശാലയും തയ്യാറാക്കിക്കൊണ്ട് 2000 +2 ബാച്ച് ആരംഭിച്ചത് ട്രിനിറ്റി ലൈസ്യത്തിൻ്റെ ജൈത്രയാത്രയിലെ നാഴികക്കല്ലാണ്. തുടർന്ന് പ്രൈമറി വിഭാഗം, പെൺകുട്ടികളുടെ പ്രവേശനം, സ്മാർട്ട് ക്ലാസുകൾ, കമ്പ്യൂട്ടർ ലാബുകൾ, ലാംഗ്വേജ് ലാബുകൾ, നോളജ് സെൻറ്റർ തുടങ്ങിയവ നടപ്പാക്കുകയും സിൽവർ ജൂബിലി ബ്ലോക്ക്, ബിഷപ്പ് ജോസഫ് ബ്ലോക്ക് എന്നിവ സ്ഥാപിതമാകുകയും ചെയ്തു. ഇതിനകം 10,000-കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നാനാ തുറകളിലായി രൂപതയുടെ അഭിമാനമായി സേവനമനുഷ്ഠിക്കുന്നു. ഇന്നിത് 4000 വിദ്യാർത്ഥികളും 120 അധ്യാപകരും 30 അനധ്യാപകരും ഉൾപ്പെടുന്ന ഒരു വലിയ കുടുംബമായി, വടവൃക്ഷമായി, കൊല്ലം രൂപതയുടെ അഭിവാജ്യ ഘടകമായി മാറിയിരിക്കുന്നുവെന്ന അങ്ങേയറ്റ അഭിമാനത്തോടെയും വിനയത്തോടെയും ഞാൻ ഈ തരുണത്തിൽ പറയട്ടെ. ഇനിയും ഏറെ ദീർഘിപ്പിക്കാതെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി കൊല്ലം രൂപതാധ്യക്ഷനായ അഭിവന്യ സാലി റോമൻ പിതാവിനോടാണ് എൻ്റെ സീമാതീതമായ നന്ദി അറിയിക്കുവാനുള്ളത്. നവനവങ്ങളായ ആശയങ്ങൾ അവതരിപ്പിക്കുമ്പോഴും കാലിടറുകയും പകച്ചു നിൽക്കുകയും ചെയ്യേണ്ടി വന്ന പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായപ്പോഴുമെല്ലാം പിതാവ് എനിക്ക് നൽകിയ ധൈര്യവും ആത്മവിശ്വാസവും താങ്ങും തണലുമാണെന്ന് എന്നെ മുന്നോട്ട് നയിച്ചത്. അങ്ങനെയുള്ള പല അവിസ്മരണീയ മുഹൂർത്തങ്ങളും ഇന്നും എൻ്റെ മനോമുഖരത്തിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. സമയപരിമിതി മൂലം വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല. കഴിഞ്ഞ ബോർഡ് മീറ്റിങ്ങിൽ നമ്മുടെ വിദ്യാലയത്തിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ തന്നെ പരിപൂർണമായ അംഗീകാരവും സഹകരണവും അഭിവന്യ പിതാവ് വാഗ്ദാനം ചെയ്തു. ധാരാളം ജോലി തിരക്കുകളുണ്ടെങ്കിലും ഇന്നത്തെ ശുശ്രൂഷയുടെ കാർമ്മികത്വം ഏറ്റെടുക്കുകയും ഈ ശുശ്രൂഷ വലിയൊരു അനുഗ്രഹമായി തീർക്കുകയും ചെയ്ത് ബഹുമാനപ്പെട്ട പിതാവിനോടുള്ള നന്ദിയും കടപ്പാടും എത്ര പറഞ്ഞാലും മതിയാകുന്നതല്ല. രൂപതയുടെ അഭ്യുദയത്തിനായി വിലപ്പെട്ട സേവനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന അഭിവന്യ പിതാവിന് ഈ സ്കൂളിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒപ്പം ദൈവം തമ്പുരാൻ അഭിവന്യ പിതാവിന് ദീർഘായുസ്സും ആരോഗ്യവും അനുഗ്രഹങ്ങളായി ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്തതായി നന്ദി അർപ്പിക്കേണ്ടത് അഭിവന്യ ജോസഫ് ഫെർണാണ്ടസ് പിതാവിനാണ്. ഞാൻ പിതാവിനെ ആദ്യം ക്ഷണിച്ചപ്പോൾ തന്നെ ആ ക്ഷണം സസന്തോഷം സ്വീകരിച്ചു. ബുദ്ധിമുട്ടുകൾ വകവയ്ക്കാതെ തക്ക സമയത്ത് എത്തിച്ചേർന്ന് ഈ വിശുദ്ധ കുർബാന തൻ്റെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കി. പിതാവ് കൊല്ലം രൂപതയുടെ മുൻ അധ്യക്ഷനാണ്. എന്നും എന്നോടും ഈ സ്ഥാപനത്തോടും പുത്രനിർവിശേഷമായ സ്നേഹം തിരുമേനിക്കുണ്ട്. അഭിവന്യ പിതാവിന് ഞാൻ എൻ്റെയും സ്കൂളിൻ്റെയും പേരിൽ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ഈ വിശുദ്ധമായ ചടങ്ങിൽ
ഇവിടെ നിന്ന് പടിയിറങ്ങിയ വൈദിക ശ്രേഷ്ഠരെ എല്ലാം പങ്കെടുപ്പിക്കുന്നത് അഭികാമ്യമാണെന്ന് എനിക്ക് തോന്നി. പിതാവിൻ്റെ അനുവാദം ലഭിച്ചപ്പോൾ തന്നെ ഞാൻ അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. എല്ലാവരെയും ഞാൻ നേരിട്ട് തന്നെ ക്ഷണിക്കുകയും ചെയ്തു. ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാരണങ്ങളാൽ അപൂർവം ചിലർ മാത്രമേ ഇവിടെ എത്താതിരുന്നുള്ളൂ. മറ്റുള്ളവരൊക്കെ എൻ്റെ ക്ഷണം സ്വീകരിച്ച് വിശുദ്ധ മുഹൂർത്തം ധന്യമാക്കിയതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. ഓരോരുത്തർക്കും ഞാൻ എൻ്റെ സ്വന്തം പേരിലും ഈ സ്ഥാപനത്തിൻ്റെ പേരിലും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ വിശുദ്ധ കുർബാനയുടെ മാസ്റ്റർ ഓഫ് സെറമണിയായി ഞങ്ങളോടൊപ്പം നിരന്തരം പ്രവർത്തിച്ച റവറൻഡ് ഫാദർ ജോർജ് റിബേറോയ്ക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന മാതാപിതാക്കൾ, മറ്റു സ്കൂളുകളിൽ നിന്നുള്ള പ്രതിനിധികൾ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, ആദ്യവസാനം ഞങ്ങളോട് പങ്കുചേർന്ന് പ്രവർത്തിച്ച ദേവമാതാ കോൺവെൻറ്റ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ജോണിലായും സഹപ്രവർത്തകരും തുടങ്ങി ഞങ്ങളോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും മൂലം പലതരത്തിൽ ഞങ്ങളോട് സഹകരിച്ച ഏവരെയും ഞാൻ എൻ്റെ കൃതജ്ഞത അറിയിക്കുന്നു. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ, ട്രിനിറ്റി ലൈസ്യത്തിൻ്റെ വളർച്ചയിൽ പ്രധാന പങ്കാളികളായി എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവർ, അവരുടെ സ്നേഹവും എന്നിലുള്ള വിശ്വാസ്യതയും ആത്മാർത്ഥതയും എന്നും എനിക്ക് പ്രചോദനമായിരുന്നു. അവരോട് ഞാൻ നന്ദി പറഞ്ഞാൽ അത് തികച്ചും ഔപചാരികമായി പോകും. കാരണം അവർ ഈ സ്ഥാപനത്തിൻ്റെ അനിവാര്യ ഘടകം തന്നെയാണ്. എങ്കിലും അവരോടും അതുപോലെ തന്നെ എന്നെ സഹായിക്കുവാൻ സദാ സന്നദ്ധരായ എൻ്റെ കൂടെയുള്ള ഇവിടുത്തെ അനധ്യാപകരോടും എൻ്റെ ഹൃദയംഗമായ സ്നേഹവും നന്ദിയും രേഖപ്പെടുത്തുവാനുള്ള സന്ദർഭമായി കൂടി ഞാൻ ഈ സുവർണാവസരം വിനിയോഗിക്കുന്നു. എനിക്കൊരപേക്ഷ കൂടിയുണ്ട്. എനിക്ക് നിങ്ങളോട് ഒരപേക്ഷയുണ്ട്. ഇവിടെ എത്തിച്ചേർന്ന അഭിമന്യ പിതാക്കന്മാരും വൈദിക ശ്രേഷ്ഠർക്കും വേണ്ടി സെമിനാരിയിൽ ഞങ്ങൾ വിരുന്നൊരുക്കിയിട്ടുണ്ട്. അതുപോലെ മറ്റ് അതിഥികൾക്ക് സ്കൂൾ അങ്കണത്തിൽ തന്നെ വിരുന്നൊരുക്കിയിട്ടുണ്ട്. ഏവരും അത് സ്വീകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നമസ്കാരം. Thank you, dear sir. Next, it's the foundation stone laying ceremony. I humbly invite His Excellency, Most Reverend Dr. Stanley Roman, to grace the occasion by performing the stone laying rite.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവജ്ഞാനത്തിനും ഉറവിടമായ ദൈവമേ, വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനവും ശിക്ഷണവും നൽകുന്നതിനായി സ്ഥാപിക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ അടിസ്ഥാന ശിലയെ അങ്ങ് കാരുണ്യപൂർവ്വം ആശീർവദിക്കണമേ. അങ്ങയുടെ സഹായത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളെന്ന് ആരംഭിക്കുന്ന കെട്ടിടത്തിൻ്റെ പണി എത്രയും വേഗം പൂർത്തിയാക്കുവാൻ ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും കഴിഞ്ഞ് അനുഗ്രഹിക്കണമേ. അങ്ങനെ ആശ്രയിക്കുന്ന ഞങ്ങളെ ഈ കെട്ടിട നിർമ്മിതികളുടെ ഉണ്ടാകാവുന്ന എല്ലാവിധ ആപത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടവനാണ്.